മോന് സ്കൂളിലോട്ട് പറഞ്ഞതിന് ശേഷം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലിന് ശേഷം പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കാൻ നിന്നു. അപ്പോൾ ഉമ്മ ബാക്കിയുള്ള കാര്യങ്ങളവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറിനുള്ള പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ടുള്ള വെജിറ്റബിൾസൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വെക്കുക കേട്ടോ. എന്നിട്ട് പരിപ്പ് കുതിർന്ന ശേഷം ഞാനിത് കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയും അതുപോലെ മുരിങ്ങക്കായ, വെല്ലുള്ളി, ഉരുളൻകിഴങ്ങ്, പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ആവശ്യത്തിന് വേവാനുള്ള വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ വെണ്ടയ്ക്കയും അതുപോലെ വെളുത്തുള്ളി മുളക് കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കയും വെളുത്തുള്ളിയും വഴറ്റിയത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇനി സാമ്പാറിലോട്ട് ഒരു തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കണം. അത് ഞാനത് കുറച്ച് തേങ്ങ കൊണ്ട് ചിരകി എടുക്കുന്നുണ്ട്. അതിലോട്ട് 2-3-4 ചെറുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നേരത്തെ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ തേങ്ങ, ചെറുള്ളിമുളക് കുറച്ച് വെളിച്ചെണ്ണയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് മസാലകളാണ്. മസാലക്കായിട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടി പിന്നെ 10 രൂപ സാമ്പാർ പൊടി മുക്കാലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ ലാസ്റ്റ് തൂമ്പിക്കുമ്പോഴാട്ടോ ചേർക്കുക. അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ. അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത ശേഷം ഞാൻ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയ ശേഷം കുക്കർ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കറി. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റിയ വെണ്ടയ്ക്കും വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ തേങ്ങയൊക്കെ ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അരച്ചെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ളതും കൂടി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെണ്ടയ്ക്കൊക്കെ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പുളി വെച്ചെടുക്കാം. ആവശ്യത്തിന് കുറച്ച് പുളി വെച്ചെടുക്കാം. അതിനോട് തന്നെ കുറച്ച് വെല്ലത്തിൻ്റെ പൊടിയും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തുള്ള തേങ്ങരപ്പ് ഇതിലോട്ട് പാർന്നെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് തൂമ്പിച്ചെടുക്കാം. അതിന് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മാറ്റിച്ചിട്ടുള്ള സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണ്ട മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് ഇതിലോട്ട് കറിയിലോട്ട് ഒഴിച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പാർ റെസിപ്പി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.